പുനലൂരിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മോഷ്ടാക്കൾ സജീവമായതോടെയാണ് ജനങ്ങൾ ആശങ്കയിലായിരിക്കുന്നത്. പുനലൂർ കലയനാട് ചൂരോട് ഭാഗത്ത് ആൾതാമസമില്ലാത്ത വീട്ടിൽ ഉൾപ്പെടെ 3ഓളം വീടുകളിലാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ മോഷണ ശ്രമം നടന്നത്. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ ഈ ഭാഗത്തെ CCTV ക്യാമറയിൽ തെളിഞ്ഞിട്ടുണ്ട്. ചൂരോട് സ്വദേശിയായ ദീപുവിന്റെ വീട്ടിലെത്തിയ മോഷ്ടാക്കളായ 2 അംഗ സംഘം ഇവിടെ നിന്നും സൈക്കിൾ മോഷ്ടിച്ചതിനു ശേഷം ഇവിടെ തന്നെയുള്ള സുഗുണൻ എന്നയാളുടെ വീട്ടിലെത്തി ബൈക്ക് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഈ സൈക്കിള് എനിക്കുള്ള മകളുടെയാണ്. അപ്പൊ മെനഞ്ഞാന്ന് രാവിലെ ഞാൻ ഇങ്ങനെ കണ്ടക്ടറാണ് KSRTCയിൽ. അപ്പൊ വെളുപ്പിന് നമ്മൾ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ഈ സാധനം ഇവിടെ ഇല്ല. അങ്ങനെ അപ്പൊ നമ്മൾ താഴെ പോയി നോക്കിയപ്പോൾ ആ റോഡിൽ ഇതിന്റെ സൈഡ് കാര്യം ആ വീല് ഇടിച്ചു പൊട്ടിച്ചിട്ടേക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കൗൺസിലറെ വിളിച്ചറിയിച്ച് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. അങ്ങനെ കുറെ ഞാനിങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടായിരുന്നു ഇതുപോലെ. അപ്പോൾ അന്നേരം അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതുപോലൊരു സൈക്കിള് ആ മോളിൽ നമ്മുടെ അമ്പലത്തിന് മുകൾ വശത്ത് നമ്മുടെ സൂണൻ എന്ന് പറയുന്ന കൊള്ള വീടിൻ്റെ അടുത്ത് ഇരിക്കുന്നതായിട്ട് അറിവ് കിട്ടി. അപ്പൊ അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ആ രാത്രിയിൽ അദ്ദേഹത്തിന്റെ ബൈക്ക് രാത്രിയിൽ ഇങ്ങനെ പൂട്ട് പൊളിക്കുന്ന സൗണ്ട് കേട്ട് പുള്ളിക്കാരൻ പുറത്തിറങ്ങിയപ്പോൾ ഇവർ ഓടി അവിടെ നിന്ന്. അപ്പൊ ഇനിയും വന്നേക്കാമെന്നുള്ള പ്രതീക്ഷയിൽ അയാള് സൂണൻ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുകയും അപ്പൊ കുറെ കഴിഞ്ഞ സമയത്ത് കുറെ രാത്രി ആയപ്പോൾ വീണ്ടും 2 പേര് സൈക്കിളെ വെട്ടി അങ്ങോട്ട് ചെല്ലുന്നു. വീണ്ടും ഈ ബൈക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു. അപ്പം അദ്ദേഹം വീണ്ടും ചാടി ഇറങ്ങിയ സമയത്ത് ഇതും ഉപേക്ഷിച്ചു ഇവർ 2 തിരികെ ഓടുക ചെയ്തു. പോലീസ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് അതിന് മുകൾ ഭാഗത്തുള്ള വീട്ടിൽ ആളുതാമസമില്ലാത്ത മണി എന്ന് പറഞ്ഞ മരിച്ചുപോയ ആളാണ്. അദ്ദേഹത്തിന്റെ വീട് കുത്തി തുറന്നതായിട്ട് പിന്നീട് അറിയാൻ കഴിഞ്ഞു. അപ്പൊ ഇവരൊരു പൊതു ശല്യമാണ് ഈ നാടിന് മൊത്തം. എല്ലാവർക്കും അറിയാം, 5 കുത്തി പൊട്ടിക്കുക അങ്ങനെ. അപ്പൊ CCTV ഇവിടെ ഉണ്ട്. CCTVയിലൊക്കെ അവർ നല്ല ക്ലിയർ ആയിട്ട് നോക്കിയിട്ടാണ് പോകുന്നത്. ഇപ്പൊ പോലീസിൽ പരാതി കൊടുത്തപ്പോഴും പോലീസ് പറയുന്നത് അവര് നിസ്സഹായരാണ്. കാര്യം ഇവന്മാര് ഇതിന്റെ വശങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പം പോയി സുഖവാസമായിട്ട് 1 മാസം മറ്റോ അകത്ത് കിടന്നതിന് ശേഷം പുറത്തിറങ്ങി. അപ്പൊ സ്ഥിരമായിട്ട് ഇത് തന്നെ പരിപാടി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തുള്ള ഒരു ചൂരോട് റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. അപ്പൊ അസോസിയേഷന്റെ പരിധിയിലുള്ള ഈ സ്ഥലത്ത് നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട്. ആ ക്യാമറയിൽ ഇവരെ കൃത്യമായിട്ട് തെളിയുകയും അത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്യും. മോള് കരച്ചില് കിട്ടിയ സന്തോഷമില്ലയോ? ഇതിനിടെ ശബ്ദം കേട്ട് ഉണർന്ന സുഗതൻ മോഷ്ടാക്കളെ കണ്ട് ബഹളം വെച്ചു. ഇതോടെ ബൈക്കും സൈക്കിളും ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ ഇവിടെ നിന്ന് കടക്കുകയായിരുന്നു. രാത്രി 12:45 കാണും. അന്നേരം ഞാൻ ഇങ്ങനെ മൂത്രമൊഴിക്കാനായിട്ട് എണ്ണിച്ചപ്പോൾ കാണാൻ എൻ്റെ വണ്ടി കാണുന്നില്ല. ഞാൻ ഉടനെ ഇവിടെ എല്ലാം കടന്ന് തപ്പിയിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ അവിടെ പാലത്തിന്റെ അവിടെ ഇരിക്കുന്ന ബൈക്ക്. ഞാൻ ഇവിടുന്ന് ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവന്മാർ 2 പേര് താഴോട്ട് പോയി കഴിഞ്ഞ് ഞാൻ അവിടെ മാറി നിന്ന് കഴിഞ്ഞോണ്ടേ കാണാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് എന്റെ ബൈക്കിന്റെ അടുത്ത് വന്ന് എന്നെ കണ്ടുകൊണ്ട് എടുത്ത് തോട്ടി ചാടി ഒരു ഓട്ടം ഓടി. പിന്നെ ഞാൻ പുറകെ ഓടിയിട്ട് കിട്ടിയില്ല. അങ്ങനെ ഇവന്മാരെ കിട്ടി. ഞാൻ എന്റെ ബൈക്ക് പിന്നെ അവിടെ നിന്ന് ഉരുട്ടി ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ കാണാൻ അതിന് വയറെല്ലാം വലിച്ചു പറിച്ചു വെച്ചിരുന്ന അഹമല്ല വലിച്ചു പറിച്ച് നാശമാക്കി കളഞ്ഞു. പിന്നെ ഞാൻ രാവിലെ വർക്ക്ഷോപ്പിൽ നിന്ന് മുത്തുവിനെ വിളിച്ചുകൊണ്ട് വന്ന് എല്ലാം റെഡിയാക്കി ₹500 എനിക്ക് ചെലവുക. ഒരു 4-5 അടി ദൂരത്ത് വരെ വന്ന് പിന്നെ ഓടിക്കളഞ്ഞു മാറി. അവിടെ എന്തൊക്കെ വലിച്ചു പറിച്ചാണ് ബൈക്കിന്റെ എവിടാ വയറ് എന്തോ ഇളക്കിയത്? ഏത് ദാണ്ട് ഫ്രണ്ട് ഇവിടെ ഇളക്കിയത് കൊണ്ട് അതിന് സ്വിച്ച് എല്ലാം കൊണ്ട് അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ടാ തിണ്ണ കിടപ്പുണ്ട്. ഫ്രണ്ടെല്ലാം വലിച്ചിളക്കി വയറെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞു. ആണോ? ഇതിനുശേഷം മോഷ്ടാക്കൾ ഇതേ ഭാഗത്തുള്ള പോൾ എന്നയാളുടെ ആൾതാമസമില്ലാതിരുന്ന വീടിന്റെ മുകൾ വശത്തെയും പിൻവശത്തെയും വാതിലുകൾ കുത്തിപ്പൊളിച്ച് വീടിനുള്ളിൽ കടന്ന് ചെമ്പുപാത്രം മോഷ്ടിച്ചു കൊണ്ടുപോയി. ഡോറ ഇവിടെ എല്ലാം കിടക്കുന്നത് കേട്ടോ. ഇതെല്ലാം അടിച്ചു വിളിച്ചതാ. ഫസ്റ്റിലെ പൊട്ടിച്ച് ഇത് പൊട്ടിച്ചിട്ടാ ഇവിടുത്തെ എല്ലാം എടുത്തുന്ന ഒരു കുട്ട മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി റൂമിനകത്തൊന്നും വലുതായിട്ടൊന്നും പോയിട്ടില്ല. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ചാവില്ലാതെ നമുക്ക് എടുക്കാൻ ഞാൻ ഈ കലയനാട് വാർഡിലെ കൗൺസിലറാണ്. കഴിഞ്ഞതിന് അങ്ങേ ദിവസം ഈ വാർഡിൽ അടുപ്പിച്ച് 3 വീടുകളിൽ മോഷണം നടക്കുകയുണ്ടായി. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മോഷണം ആരംഭിക്കുകയാണ്. അത് കുറച്ച് നാൾക്ക് അമ്പലത്തിലും മറ്റൊന്ന് 2 വീടുകളിൽ മോഷണം നടന്നെങ്കിലും ഒരു ഇടവേള കൊണ്ടില്ലായിരുന്നു. ഇപ്പോൾ അടുപ്പിച്ച് 3 വീടുകളിൽ കയറി.
ഈ 3 വീട്ടിലും മോഷണം നടത്തിയത് ഒരേ ആൾക്കാർ തന്നെയാണ്. ഇവിടെ അറിയപ്പെടുന്ന കുപ്രസിദ്ധ മോഷ്ടാക്കളാണ് ഇതിന് പിന്നിലുള്ളത്. അത് CCTV ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ട് പോലീസിന് പരാതി കൊടുത്തു. അതിനകത്ത് പോലീസ് 1-2 തവണ വന്നു. ആദ്യം ഒരു വീട്ടിൽ കയറി സൈക്കിൾ മോഷ്ടിച്ചു. അത് കഴിഞ്ഞ് ആ സൈക്കിളിനകത്ത് നിന്ന് തൊട്ട് ഇപ്പുറത്തുള്ളൊരു വീട്ടിൽ കയറി ഒരു ബൈക്ക് മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ആ വീട്ടിൽ ഉടമസ്ഥ ഉണരുകയും അങ്ങനെ ഓടുകയും ചെയ്തു. വീണ്ടും അയാൾ ഉറങ്ങി തിരിച്ചെടുക്കാൻ വന്നപ്പോൾ ഈ ബൈക്ക് വീണ്ടും എടുക്കാനായിട്ട് വന്നപ്പോൾ അയാൾ വടിയായിട്ട് ഇറങ്ങിയപ്പോൾ വീണ്ടും ഓടി മോഷ്ടിച്ച സൈക്കിൾ ഇട്ടിട്ട് പോയി. പിന്നീടാണ് ഈ വീട്ടിൽ വന്ന് ഇവിടെ പിന്നെ വീട് അടച്ചിട്ടേക്കുന്നത്. പിന്നെ വീട്ടിൻ്റെ ഉടമസ്ഥരെല്ലാം ഗൾഫിലാണ്. അടച്ചിട്ടേക്കുന്ന വീണ്ടും അവർ സ്റ്റോർ റൂം ആദ്യം വന്ന് കുത്തിപ്പൊളിച്ച് ആ കുഴവ് വെച്ച് അടിച്ചു പൊട്ടിച്ചിട്ട് അതിനകത്ത് പാരയും തൂമ്പായും എടുത്താണ് ഫ്രണ്ട് ഡോർ അടിച്ചു പൊളിച്ചത്. അതിനകത്ത് ഒരു വലിയ കുട്ടുകം മാത്രമാണ് മോഷണം പോയത്, ചെമ്പിൻ്റെ ഒരു കുട്ടുകം. അപ്പോൾ ഇവരൊരു നിത്യശല്യമായി മാറിയിരിക്കുകയാണ് ഈ വാർഡിലും, പ്രത്യേകിച്ച് തൊട്ടടുത്തുള്ള വാർഡിലും. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഇവർ തന്നെ പൊള്ളൂർ പേപ്പറുമില്ലാതെ അമ്പലത്തിലും പിന്നെ തൊട്ടപ്പുറത്തുള്ള ട്രാൻസ്ഫോമറിൻ്റെ അവിടെ കേബിളും എല്ലാം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരം ശല്യക്കാരായ കുപ്രസിദ്ധ മോഷ്ടാക്കളാണ് ഈ പ്രദേശത്തുള്ളവരുമാണ്. അപ്പം നമ്മളിത് പോലീസിൻ്റെ അടുത്ത് പറയാനും പോലീസിൻ്റെ CCTV കൊണ്ട് അവർക്കും ബോധ്യമായിട്ടുണ്ട്. ഒരു തിരക്ക് ഊർജ്ജത്തോടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഇങ്ങനെയുള്ള മോഷണം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം രാത്രിയിലെ ചൂടൊക്കെ ഉണ്ട്, ജനലൊക്കെ തുറന്നിട്ടായിരിക്കും കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ജാഗ്രത കാണിക്കണമെന്നൂടെ അഭ്യർത്ഥിക്കുകയാണ്. സംബന്ധ വീടാണ്. ഇവിടെ ആരുമില്ല. ഇപ്പൊ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും പിന്നെ റോഡിൽ കൂടെ പോവുകയും വരികയൊക്കെ ചെയ്തത്. അപ്പൊ ഞാൻ എപ്പോഴും നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്തത് കാണുന്നതാണ്. ഇന്നലെ 10 മണിയായപ്പോൾ നോക്കിയപ്പോഴാണ് ഞാനത് കണ്ടത്. ഞാൻ പെര തുറന്നിട്ട് പേപ്പർ ഇറപ്പം തൂമ്പായും ഇതെല്ലാം എഴുതി പോകുന്നത്. ഇതേപോലൊരു സംഭവം ഇതേപോലെ ഈ നാട്ടിൽ നടക്കാൻ പാടില്ല. മോഷ്ടാക്കൾ പ്രദേശത്തെ വിവിധ വീടുകൾ നിരീക്ഷിക്കുന്നതായി സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെ പ്രദേശവാസികൾ ഏറെ ഭീതിയിലാണ്. CCTVയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നും കലയനാട് ഭാഗങ്ങളിലെ മോഷണം നടത്തിയിരിക്കുന്നത് സ്ഥിരമായി മോഷണം നടത്താറുള്ള സംഘങ്ങളാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പുനലൂർ നഗരസഭാ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ 6 മാസത്തിനിടെ നിരവധി സ്ഥലങ്ങളിലാണ് മോഷണം നടന്നിട്ടുള്ളത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ അന്വേഷണങ്ങൾ നടക്കാത്തതിനാൽ ഇവയിലെ പ്രതികളൊന്നും തന്നെ ഇനിയും പിടിക്കപ്പെട്ടിട്ടില്ല. 1.5 മാസം മുമ്പ് പുനലൂർ നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സമുച്ചയത്തിലെ 2-ലധികം കടകളിലും MLA റോഡരികിലെ സൈക്കിൾ വിൽപ്പന നടത്തുന്ന കടയിലും മോഷ്ടാക്കൾ പൂട്ടുപൊളിച്ച് അകത്ത് കടന്ന പണവും മറ്റും കവർന്നിരുന്നു. ഈ കേസിലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടും പോലീസിന് പ്രതികളെ പിടികൂടാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.